ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെ മണിക്കൂറുകൾ ക്യൂ നീളുന്നുണ്ട്. ഇന്ന് ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം ഉച്ചയോടെ 6,00,000 പിന്നിട്ടു. മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച ശേഷം ഇതുവരെ 3.5 ലക്ഷത്തോളം ഭക്തരാണ് ദർശനം നടത്തിയത്. ദർശനം പൂർത്തിയാക്കി മലയിറങ്ങുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഭക്തരുടെയും ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഭക്തരുടെയും വലിയ തിരക്കാണ് സന്നിധാനത്ത് എല്ലാ മേഖലകളിലും അനുഭവപ്പെടുന്നത്. അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ കൂടുതലായി എത്തുന്നു എന്ന പ്രത്യേകതയും ഈ ദിവസങ്ങളിൽ ഉണ്ട്. അയൽ സംസ്ഥാന ഭക്തരുടെ എണ്ണം ക്രമാതീതമായി മകരവിളക്ക് തീർത്ഥാടന നാളുകളിൽ വർദ്ധിച്ചിട്ടുണ്ട്. ക്രൗഡ് ഭയങ്കരമാ இருக்கு. மலை ஏறுறதா நேத்து 6 மணி எஸ்டர்டே மார்னிங் 6 o'clock புல்மேடு வந்து நேற்று நைட்டு தரிசனம் பண்ணியாச்சு. திரும்ப ஐயப்பனை பார்க்க திரும்ப வந்து நிற்கிறோம். പുലർച്ചെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഭക്തരാൽ തിങ്ങി നിറഞ്ഞു. മരക്കൂട്ടം മുതൽ ബാച്ചുകളായി തിരിച്ച് ഘട്ടം ഘട്ടമായാണ് ഭക്തരെ മുന്നോട്ട് നീക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലും എത്തിയ ഭക്തർക്ക് മരക്കൂട്ടം മുതൽ കൂടുതൽ സമയം ക്യൂവിൽ കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. തിരക്ക് നല്ല തിരക്കാണ്. ഇന്ന് ലേശം കുറവുണ്ട്. മെഞ്ഞാന്ത കണ്ടി ഇന്ന് ലേശം കുറവുണ്ട്. ഞങ്ങൾ ഇന്നലെ വന്നതാണ്. ഇന്നലെ രാത്രി 12 മണിക്കാണ് മല കയറിയത്. മല കയറി ഇന്ന് പുലർച്ചയ്ക്ക് ഒരു 5-5:30 ഞങ്ങൾക്ക് ഇവിടെ ദർശനം കിട്ടി. ഇന്ന് ലക്ഷം തിരക്ക് കുറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ സാധാരണ ഒരു 11-12 മണിക്കെല്ലാം 98,425 ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത്. കാനനപാതയിലൂടെ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും വർധനവുണ്ട്. ഇന്നലെ മാത്രം സത്രം പുൽമേട് പാതയിലൂടെ 4,861 ഭക്തർ ദർശനം നടത്തി. എനിക്ക് ചുറ്റും കാണുന്ന ഈ കാഴ്ച തന്നെയാണ് സന്നിധാനത്ത് എല്ലായിടത്തു നിന്നും കാണാനുള്ളത്. ഭക്തജന തിരക്കിന്റെ കാഴ്ച മാത്രം. വരും ദിവസങ്ങളിലും തിരക്ക് ക്രമാനുഗതമായി വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയാണ് വിലയിരുത്തപ്പെടുന്നത്. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളി.